ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്. ആകെ ഞാൻ പറഞ്ഞ മാതിരി 3 ദിവസം 25 രാത്രി പോയി, 26 എത്തി, 27 ചടങ്ങ്, 28 ഇറങ്ങി, 29 രാവിലെ വീട്ടിലെത്തി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് വിനി ഇത്ര ഷോർട്ട് വെക്കേഷൻ ആണോ എന്നുള്ളത്. ഒരു വെക്കേഷൻ ആയിട്ടേ അല്ല ഞാൻ പോയത്. ബേസിക്കലി അമ്മയുടെയും അച്ഛൻ്റെയും 50ാമത്തെ ആ ഒരു വെഡിങ് ആനിവേഴ്സറി എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പോയത് കേട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വിട്ടു നിൽക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരിക്കലും വീക്കെൻഡ്സ് ആയാലും ഹോളിഡേ സീസൺ ആയാലും ആ ഒരു സീസണിന്റെ പീക്ക് ടൈം ആവുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിട്ടു നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് അതൊക്കെ പീക്ക് ടൈം ആണ്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്ത്, അതായത് ഈവൻറ്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ തിരിച്ചു വന്നു. ബിക്കോസ് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് തീർക്കാനുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു, ഒരുപാട് കമന്റ്സ് വായിച്ചു. താങ്ക് യു സോ മച്ച്. എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി. ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ എല്ലാവരും കാണാൻ പറ്റി. കുട്ടികൾ അവരുടെ എന്താ പറയുക, എല്ലാവരും കൂടി കുട്ടികൾ കൂടി കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അവർക്കും ഇത്ര മാത്രമേ നമ്മളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഇനി കുറച്ചുകൂടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള വീഡിയോ, ലാസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടി കോയമ്പത്തൂർക്ക് പോയ ഒരു വീഡിയോ ആണ്. നമ്മൾ ഈഷ, അതേമാതിരി തന്നെ വാരാഹി ദേവിയുടെ അമ്പലം എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ബാക്കിയുള്ള ഞാൻ അമ്പലം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. ബിക്കോസ് ഓൾറെഡി ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പോയത്. ചെറിയൊരു വ്ളോഗോട് കൂടിയിട്ട് ഞാൻ നാട്ടിലത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം ദുബായിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. തന്ന സപ്പോർട്ടിനും എല്ലാം അയച്ച വിഷിനും എല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ്. എൻ്റെ അടുത്ത് വീണ്ടും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്തേക്ക് പോവാത്തതിൽ വിഷമമില്ലേ എന്നുള്ളത്. വിഷമം എന്തായാലും ഉണ്ടാവില്ലേ. നമ്മൾ നാട്ടിലെത്തിയിട്ടും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാതിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും ആ ഒരു സിറ്റുവേഷനെ ഞാൻ പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും ചോദിച്ചതിന്. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചെറിയ വീഡിയോ ആൻഡ് വ്ളോഗ് നിങ്ങൾ കാണുക. എല്ലാവരുടെയും പാട്ടും കഴിവുമാണ് ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വിനീസ് കിച്ചൺ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. വരൂ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് അനുമ്മയുടെ വീട്ടിലായിരുന്നു തലേദിവസം താമസിച്ചത്. ബിക്കോസ് വീട്ടിൽ ഒരുപാട് ആൾക്കാരും അനുഷയുടെ അമ്മയും എല്ലാവരും വന്നതുകൊണ്ട് നമുക്ക് കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ അനുമ്മയുടെ വീട്ടിലേക്കാണ് വന്നത്. സോ അനുമ്മയുടെ രാവിലത്തെ റുട്ടീൻ എപ്പോഴും ഇങ്ങനെയാണ്. പൂജാമുറിയിൽ പൂജ, എല്ലാ കാര്യങ്ങളും വിളക്ക് കത്തിക്കുക എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ടും നമ്മുടെ കയ്യിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അമ്മായി യൂസ് ആൻഡ് ത്രോ ബ്രഷും പേസ്റ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേനൂർക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. ഓക്കെ, ബ്രഷ് ഞങ്ങളൊക്കെ ബ്രഷ് ചെയ്തു. എവിടുന്ന്? ശക്തിവിലാസന്നോ? ബ്രഷ് കണ്ടിട്ടാ? അത് യൂസ് ആൻഡ് ത്രോ ആണ്. ഓ, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒന്നുമല്ല, ഞങ്ങള് ചെയ്തൂന്ന്. ഇത് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ. ഓ, താങ്ക് യു സോ മച്ച്. ഇല്ല ഇരുന്നേ, ഞാൻ വളർത്താനായിരുന്നു. വരൂ.
അവിടുന്ന് അനുമ്മയുടെ വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി, കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി. ഞാൻ, ശ്രീജ, അനുഷ, പിന്നെ കണ്ണേട്ടൻ, രതീഷ്, മണിക്കുട്ടൻ, ഞങ്ങളാണ് അവിടെ പോയി കിടന്നത്. അപ്പോൾ അമ്മ ചക്കയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ കളിയായി. എന്താ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഒരു മിനി ബസ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അമ്പലം നമ്മൾ കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി പോയത്. അങ്ങനെ അവർ നമ്മളെ ഹോട്ടലിലേക്ക് വിടും, എന്താണ് പറയുക, എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക് വിടും. അവിടുന്ന് മിഡ് നൈറ്റ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങളെ വിട്ടിട്ട് അവർ പോവും. അതായിരുന്നു പ്ലാൻ. ഇനി ഓരോരുത്തരായിട്ടുള്ള രീതിയിൽ അവരവരുടെ പാട്ട്, അവരവരുടെ കഴിവുകൾ നമുക്ക് കാണാം. ഇതാണ് സുഗത ആൻറ്റി. സുഗത ആൻറ്റി എന്താണ് അനുഷയുടെ അമ്മയാണ്. അവർ വയനാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ആൻറ്റി പാടും. പിന്നെ ഇത് എന്താണ് പറയുക, നമ്മുടെ രതീഷിൻ്റെ അനുഷയുടെയും മോള്, അവളും സൂപ്പറാണ് പാട്ട്. പിന്നാലെ രതീഷ്, അപ്പു, കിച്ചു, എന്താണ് പറയുക, മുന്ന എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഫോൺ കാണിച്ചപ്പോൾ ഇവരുമൊക്കെ കൂടി ജോയിൻ ചെയ്തു. രതീഷ്, അപ്പു, എന്താണ് കിച്ചു, എല്ലാവരും, മനു, എല്ലാവരും സ്വയം, അതായത് അവരെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് വിളിക്കുകയാണ്. അവർ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട്, നമ്മളൊക്കെ കളിയാക്കിയതുകൊണ്ട് അവരൊരു പാട്ട് പാടാം എന്ന് തീരുമാനിച്ചു. കണക്റ്റ് ആവുന്നില്ല ഫോണ്. Wait. Start, guys. Start. We need the music. We need everything. Okay. What does it go? Black sheep. Have you any? Practice for it. Have you any? Have you any? One for the little boy that's Yes sir, 3 bags full. Come on everybody. One for the master, one for the Dave, one for the little boy who lives down the lane. Black sheep. Baba, black sheep, have you any wool? Yes sir, 3 bags full. One for my master, one for his Dave, one for the little boy. Thank you to another teacher for teaching me this wonderful song. Thank you. ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ണേട്ടൻ്റെ ഒരു കവിതയായിരുന്നു. പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുഴിയുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടില് അങ്ങനെ പോയത്
ശരി പോട്ടെ. സാരില്ല പാടിക്കോളൂ. അമ്മേ അമ്മേ എല്ലാരും കളിയാക്കണു അമ്മേ. ഒരു പ്രോത്സാഹനമില്ല. നല്ലോണം പാടുന്നു. ആ നാട്ടില് തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ, നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീ വെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിൽ ഉന്മാദമുണർത്തുമാ മോഹന ഗോപാങ്കന ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ സലക്ഷം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരൻ മണിക്കുട്ടൻ പാടുന്ന ആ ചൊല്ലുന്ന കവിത, അതായത് അമ്മ മലയാളം ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ അങ്ങനെ ഇതായി വളർന്ന കുട്ടികളാണ്. കണ്ണേട്ടനാണ് മൂത്തത്, രണ്ടാമത്തത് മണിക്കുട്ടൻ ഇപ്പോൾ ചൊല്ലുന്നത്, മൂന്നാമത്തതാണ് രതീഷ്. ഇവർക്ക് എല്ലാവർക്കും ഒരു വല്ലാത്ത നൊസ്റ്റാൾജിക് മെമ്മറീസാണ് ഇതൊക്കെ അവരിപ്പോഴും ഷെയർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് നമ്മളും അതെല്ലാം ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുകയാണ്. ആൻഡ് ഇനി വരുന്നത് നമ്മുടെ രാജേശ്വരി ടീച്ചർ, പറളി ഹൈസ്കൂളിലെ മലയാളം ടീച്ചറായിരുന്ന രാജേശ്വരി ടീച്ചർ പാടുന്ന ചൊല്ലുന്ന കവിത നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ ക്ലാസ് എടുക്കുമ്പോൾ സൂപ്പറാണ് എന്നുള്ളത്. ഇന്ന് ഞാനത് അനുഭവിച്ചു. കോതമ്പ് മണികൾ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പ് കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിലലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും വരളി പോൽ ചുട്ടു പഴുത്തോര കുഗ്രാമഭൂവിൻ കുളിരാണ്. എനിക്കേറെ പരിചയം നിന്നെ കുഞ്ഞായിരുന്ന നാൾ കണ്ടു. കിനാവുകൾ കുഞ്ഞു വയർ നിറച്ചാഹാരം കല്ലുമണിമാല കൈവള. I hear the drums are going tonight.
but she hears only whispers of some quiet conversation. She's coming in 12:35. Her moonlit wings reflect the stars that guide me toward salvation. I stopped an old man along the way, hoping to find some old forgotten words to arrange and melodies. He turned to me as if to say, ഇത് മണിക്കുട്ടൻ്റെ മോൻ അപ്പു. അവനും നന്നായി പാടും. നമ്മൾ പിന്നെ കിച്ചു, മനു ഈ വക കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. എല്ലാരും ചൊല്ലട് എല്ലാരും ചൊല്ലട് കല്ലാനെ നെഞ്ചിരുന്ന് കരിങ്കല്ലാനെ കരിങ്കല്ലാനെ നെഞ്ചിരുന്ന്. Okay, fine. I don't know the words. It's okay, guys. It's okay. It's okay. You understand? അനുഷ രതീഷിൻ്റെ വൈഫ് ആൻഡ് അവരുടെ മോളാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ യാത്ര, ആ യാത്രകളിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറീസ്, ഇതൊക്കെയാണ് നമ്മൾക്ക് എന്നെന്നും അത് ഓർത്തു വയ്ക്കാൻ പറ്റുക. noise playing in the street, gonna be a big man someday. Got mud on your face, you big disgrace. Kicking your can all over the place, singing we will rock you. Oh, we will rock you. Buddy, you're a young man, hot man, shouting in the street, gonna take on the world someday. Got blood on your face, you big disgrace, waving your banner all over the place, saying we will rock you. Buddy, you're an old man, poor man, trading in your eyes, gonna make it some. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ 3 hours ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി 11:30 കൂടിയിട്ട് എന്നെയും കണ്ണേട്ടനെയും മക്കളെയും ഇവരെല്ലാവരും കൂടിയിട്ട് എയർപോർട്ട് അടുത്തുള്ള ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവർ യാത്രയായി. വിഷമങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ദിവസങ്ങൾ പോയ പോലെ തന്നെ തോന്നി. പക്ഷേ ഇറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഇമ്പാക്റ്റ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് വെക്കേഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് ദുബായിൽ നിന്നായിരിക്കും. നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ദുബായിൽ നിന്നായിരിക്കും വരുന്നത്. സോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളെല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ കമൻസ് ഇട്ടിട്ടും വിഷ് ചെയ്തിട്ടും എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. റിയലി അപ്രീഷിയേറ്റ്. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോന്നും നമ്മൾ എന്താണോ ദുബായിൽ ചെയ്യുന്നത് അതെല്ലാം ആസ് യൂഷ്വൽ വ്ളോഗായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് മീറ്റ് യു സൂൺ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.